ഹലോ മിനിയേച്ചി പറ. റസി എന്തൊക്കെ പറഞ്ഞു ഇതിന്റെ അടുത്ത്. ഇല്ലല്ലോ, അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ? ആ, അത് എനിക്ക് വയനാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ, ഞാൻ ഓളടുത്ത് പറഞ്ഞു ഇങ്ങനെ വയനാട്ടിൽ പോകേണ്ട കാര്യമുണ്ട് ഇങ്ങനെ, പക്ഷെ ആരും വരാനില്ല ഒന്നിച്ച്. ആ കാര്യം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഓള് പറഞ്ഞു ഇന്നെ കൂട്ടിക്കോന്ന്. നിങ്ങൾ വെറുതെ ഈ സമയം വിളിച്ചിട്ട് ഞാൻ വിചാരിച്ച് വിളിക്കുന്ന കണ്ടപ്പോൾ എന്തോ വലിയ കാര്യത്തിനാണ്. ഈ അല്ല ഞാൻ ആളെ ഒരു ഇതാക്കാൻ വിചാരിച്ച് വേണ്ടി വിളിച്ചതാ. അല്ല ഞാൻ വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കുമായിരിക്കുമെന്ന് ഓള് പറഞ്ഞിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ. അതെനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നു വയനാട്ടില്. അമ്മ എന്നോടൊന്നും ആ, പറഞ്ഞിട്ടില്ല കേട്ടാ. നിങ്ങൾ വെറുതെ. ഇല്ല ഇല്ല പറയുമായിരിക്കും, എന്നാ കുറച്ച് കഴിഞ്ഞാ പറയുമായിരിക്കും. ശരിക്കും അറിയുന്നത്? ഇനി ആ, എനിക്ക് മറ്റന്നാൾ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അല്ല, നിങ്ങളിവിടെ വേറെ ഇറങ്ങുണ്ടോ? ഇല്ല, വേറെ ആരും ഇല്ല, ഞാൻ ഒറ്റക്കാ. അപ്പൊ ആ, അതിങ്ങനെ പറഞ്ഞത് ഓക്കെന്റെ കാര്യമില്ല അറിയാലോ. ആ, അപ്പൊ ഇങ്ങനെ പറഞ്ഞാ ആരും ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ ആദ്യമായിട്ട് ഒരു മീറ്റിംഗ് ഒന്നിൽ ഞാൻ ചേർന്നതേനു. അപ്പൊ ആദ്യമായിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നത് ആ. ആയിട്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ വയനാട്ടിലാ? ഓള് പറഞ്ഞു ഓനെ കൂട്ടിക്കോ, ഓനെല്ലാണ്ട് പോന്നെയല്ലേ, ഓനെ അറിയായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു ബുദ്ധിമുട്ടാവോ, അപ്പൊ പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട്, അല്ല, ഓനാടെ ഇരിക്കുന്നല്ലേ. എങ്ങനെയാ പോണേ? ബസ്സിലാ? ബസ്സില് KSRTC പോവാം. ആ. ആ, അല്ല, അപ്പൊ ശരിക്കും വയനാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ലേ നിങ്ങൾ? അതെ ആവശ്യമുണ്ട്, അത് ശരിക്കും ഉള്ളത് തന്നെയാ. ആ, പക്ഷേ ഞാൻ ഓളടുത്ത് പറഞ്ഞത് ഒരു ദിവസം പിറ്റേന്നേ വരാൻ പറ്റൂന്ന് പറഞ്ഞെ. അതങ്ങനെയല്ല, അത് രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് കഴിയും. ആ, പിന്നെ കൂട്ടിക്കോന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസം എടുക്കൂന്ന് പറഞ്ഞു. അപ്പൊ ആന്നാ പറഞ്ഞെ. ആ. അങ്ങനെയാണെങ്കിൽ നമ്മളെ കാര്യം നടക്കില്ലല്ലേ? ഉം. അപ്പൊ എനിക്ക് ബാക്കിയൊന്നും അറിയില്ല. ഇത് അപ്പം എവിടെ ഞാനെന്തെങ്കിലും താമസിക്കണ്ട സ്ഥലോ താമസമല്ല, ഞാൻ അങ്ങനത്തെ. ഫോണിൽ നോക്കി സെറ്റ് ആയിക്കോളും. അല്ല, അത് അപ്പം ഫോണിലാക്കാൻ ഞാനെന്തെങ്കിലും പറ്റുമോ അങ്ങനെ? ആക്കാൻ പറ്റും. ഇത് എന്തെങ്കിലും പൈസ എന്തെങ്കിലും വേണോ? ഞാൻ എടുക്കണോ? ഇല്ല ഇല്ല, പൈസ ഒന്നും ഇനി എടുക്കണ്ട, അതെല്ലാം ഞാൻ എടുത്തോളൂ. ഈ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അപ്പൊ അത് ഇനി നോക്കിക്കോ. ബാക്കി എന്ത് ഞാൻ നോക്കിക്കോളും എന്നല്ലാണ്ട്. അതെല്ലാം ഞാൻ ആ നോക്കിക്കോളും. ടൗണിൽ തന്നെ ഏതെങ്കിലും നോക്കിയാൽ പോരെ. ചോദിച്ചാൽ ആ ആ അമ്മയും മോനും പറഞ്ഞാൽ മതി. ആ. ആ. അല്ല. ഇത് കറക്റ്റ് എവിടെയാന്ന് എനിക്കറിയില്ല. ഇത് തിരുനെല്ലിയെല്ലാം പോകുന്ന ഭാഗത്തോട്ടാറ്റാന്ന് തോന്നുന്നു. ഏത് ഭാഗത്താന്നറിയില്ല. ആ, അത് അത് നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ എനിക്ക് കറക്റ്റ് പറ. അപ്പോൾ ഞാൻ ഓള് ആടെ അടുത്ത്. വാട്സപ്പിൽ ഇട്ടിന്, ഞാൻ എനിക്ക് അയച്ചു തരാം. ആ. അല്ല, ഉം. അപ്പോൾ മറ്റന്നാൾ ഉഷാറായിരിക്കല്ലോ. ആ, മറ്റന്നാ ഏ? ഒന്നാണ് നാണം വരുന്നുണ്ടാ? നാളെ ഒന്നല്ല, ഒരു ഉം. ടെൻഷനെല്ലാം ഉണ്ട്. ആ, അത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഉം. എന്താ പറയാ, ഇവര് പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. ഇനിയേച്ചി ഇവിടെ അപ്പോൾ കോൾ അടിച്ചല്ലോ. വന്ന് അല്ല ഞാൻ എന്തെങ്കിലും എടുക്കണം. ഒന്നും എടുക്കണ്ട. എല്ലാം ഞാൻ ആടുന്ന് വാങ്ങിച്ചോളൂ. ആ, അല്ല, അപ്പൊ അന്നത്തെ പ്രശ്നം കഴിഞ്ഞാ? അന്നത്തെ ഇല്ല ശരിയായി, അതൊന്നും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അപ്പോൾ ദിവസം പിന്നെ അങ്ങ് എന്നുള്ളത്. ഇഷ്ടായല്ലേ? അത് പിന്നെ എനിക്കറിയില്ല, ഇഷ്ടാവാണ്ടിക്കുക. ഉം. എന്താ എനിക്കെന്താ ചോദിക്കേണ്ടതൊന്നും തിരിയുന്നില്ല. ഞാനൊന്നും എടുക്കണ്ട വേറെ. നിങ്ങളൊന്നും എടുക്കണ്ട. നിങ്ങൾ നല്ല ഉം. വൃത്തിയായിട്ട് വന്നാൽ മതി. അത് ആ, മനസ്സിലായല്ലോ? അതങ്ങനെ. ആ, അതങ്ങനെ വരാം. എന്നാലും എൻ്റെ മിനിയേച്ചി, ഞാൻ അവിടെ പോയിട്ട് എന്തെല്ലാം ഉണ്ടാവുക? എനിക്ക് സന്തോഷായിനാ എന്റെ ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോ. സന്തോഷമായിനോന്നാ? ആടുന്നൊരു സ്വാതന്ത്ര്യം ഇല്ലാണ്ടാന്ന് അന്ന്. ഇവിടെ ഇനിയിപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമായില്ലേ? ഞാൻ വിചാരിച്ചിനി ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് വരുമെന്നും വിചാരിച്ചില്ല. ഇന്നെ വിടുമെന്നും ഞാൻ വിചാരിച്ചില്ല. ഓള് ഇങ്ങോട്ടേക്ക് ചോദിച്ചതാണ്. വാങ്ങിക്കാം, എന്റെ അടുത്ത് പറയട്ടേ ഉള്ളൂ. അതാണ്, നിങ്ങളെപ്പോലത്തെ അവരെല്ലാം ചുവപ്പാക്കും.
എന്നാ ഞാൻ അവിടുന്ന് വാങ്ങാം. ചോപ്പ് നമുക്ക് റോസും അവിടുന്ന് മാത്രമേ ഇടൂ. അവിടുന്ന് വാങ്ങാം. എത്രയാന്ന് ഒരു ആ ക്യൂടെക്സിന് എത്ര പൈസ ഉണ്ടാവുക? 20? 20? എത്രയാ? അതെല്ലാം പണ്ടല്ലേ, ഇപ്പൊ 60. ആ, എന്നാ അവിടുന്ന് വാങ്ങാം. ഉം. അപ്പൊ ഇനി ഇന്നും നാളെയും ഞാൻ പിടിച്ചു നിൽക്കണം, ഉറങ്ങാണ്ട് ഉം. കണ്ണു തുറന്ന് ഞാൻ നിൽക്കണം അല്ലേ? ഉം. സാരമില്ല, അത് കഴിഞ്ഞാൽ കിട്ടിയല്ലോ കയ്യിൽ. ഉം. 2 ദിവസം മാക്സിമം നിൽക്കാൻ നോക്കാട്ടോ. ഉം. പക്ഷെ എനക്കെന്തോ അതെല്ലാം ഒരെന്തോ ഓളായിട്ട് ഇല്ല, വിട്ടതല്ലേ. ഒരെന്തോ ഇല്ല. അതെല്ലാം ഞാൻ പറഞ്ഞോളൂ. അതിന് കണക്കായിട്ട് നിങ്ങൾക്കും കൂടി വേണമെങ്കിൽ മതി, അത് എനക്ക് മാത്രമൊന്നുമല്ല. ഓളിപ്പോ എന്റെ അടുത്ത് പറയൂ, അപ്പൊ ഇനി ഇങ്ങനെ ചാടിക്കേറ്റിട്ടൊന്നും ആന്ന് കുറേ പറയലാട്ടാ. കാര്യം ഇത് പറയാനുണ്ട്, അതേപോലെ പഠിപ്പിച്ചു തരാനുണ്ട്. അതെല്ലാം പഠിക്കണ്ടിക്കല് മതി. ഞാൻ അതിന് മുമ്പിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും വീഡിയോ ഉണ്ട് അയക്കുവോ, ഒന്നും കൂടി ഒന്ന് കാണാന്. മറ്റന്നാളെ വരെ ഇങ്ങനെ പിടിച്ചേക്കുക അല്ലേ ഇനി? അതന്നെയാണ്. എന്നാ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ പറ്റുന്നില്ല? എനിക്കെന്തോ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. അന്നെങ്കിൽ പോയപ്പോ മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അയ്യോ, എല്ലാ സാരിയാ പിന്നല്ലാണ്ട് ഉടുക്കണ്ടേ? സാരി ഉടുത്താൽ മതി. സാരി ചുരിദാർ ഉടുത്താൽ മതി. ഉണ്ടാവും. വേണ്ട, സാരി മതി. നിങ്ങൾ സാരി ഉടുത്തിട്ടാണ് കാണാൻ ഒരു ലുക്ക്. അപ്പൊ സാരിയെല്ലാം ഉടുത്ത് രാത്രി മാക്സി എടുക്കണ്ടേ? എടുത്തോ, മാക്സി എടുത്തോ. അല്ല ഇതിപ്പോ അല്ല കണക്കന്നെ. നമ്മൾ ഇത് അവിടെ നിങ്ങളെ മീറ്റിംഗ് കഴിഞ്ഞ് ആ സ്പോട്ടിൽ പോകുന്നു, സ്റ്റേജിൻ്റെ കാര്യം നോക്കുന്നു, സ്റ്റേ ചെയ്ത് അപ്പം തന്നെ എന്താന്ന് വെച്ചാൽ തുടങ്ങാം. നമുക്ക് നമുക്ക് പിറ്റേന്ന് കുറച്ച് ഒരു ഉച്ചയാൻ പറഞ്ഞപ്പോരെ, അത്രയല്ലേ വേണ്ടി വരൂ പിറ്റേന്ന് എടുത്തേക്ക്? വാങ്ങണ്ട, പിറ്റേന്ന് വരണ്ട. അന്നത്തെ ദിവസത്തെ പൈസയെല്ലാം ഞാൻ നോക്കിക്കോളും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആടെ, അതായത് 2 ദിവസം കിട്ടുമല്ലോ എന്നാലും. എന്നിട്ട് 2 ദിവസം. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അത് ഇവിടെ നിൽക്കാൻ പോലും. അയ്യോ, അപ്പൊ എന്റെ അമ്മ എന്തെങ്കിലും വിചാരിക്കുവാ? ഇല്ല, അത് അതൊന്നുമില്ല. വേണ്ട. അതൊന്നുമില്ല, നിങ്ങളെന്തിനാ ഈ പേടിക്കുന്നത്? എൻ്റെ അമ്മയല്ലേ, ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞാൽ വിശ്വാസമായിക്കോളും. അല്ലാണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്നെയും നിങ്ങളും പറ്റിയൊന്നും ആരും അങ്ങനെ വിചാരിക്കൂല. വിചാരിക്കൂല, അതാണ്. വേണ്ട, എന്റെ മോനാന്നേ പറയും. ആ, അത് പോട്ടപ്പാ, അത് ഇങ്ങനെ കാണുമ്പോഴല്ലേ ഉള്ളൂ. എല്ലാരും എന്നെയും കാണുമ്പോ നിങ്ങളിങ്ങനെ പുറത്ത് കാണുമ്പോഴല്ലേ ഇത് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാനല്ലേ കണ്ടിട്ടുള്ളൂ. ഇല്ല. പിന്നെന്നാ? പിന്നെ നടക്കുന്നു തിരിയുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഇതാവുമ്പോ എന്തോ ഭയങ്കര സന്തോഷം.